ഒരു പുതിയ വീഡിയോ പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വിഷ്ണു സഹസ്രനാമം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ നിത്യേന എന്നോണം ജപിക്കുന്നതും ഒരുപക്ഷെ ഏറ്റവും പ്രചാരമുള്ളതുമായ ഒരു സ്തോത്രമായിരിക്കും. മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലാണ് വിഷ്ണു സഹസ്രനാമം പ്രതിപാദിച്ചിരിക്കുന്നത്. നീണ്ട 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഘോരമായ മഹാഭാരത യുദ്ധത്തിൽ വിജയിച്ച് മാതൃകാപരമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ ധർമ്മപുത്രർ, അതായത് യുധിഷ്ഠിരൻ, ശ്രീകൃഷ്ണനെ സമീപിച്ച് ഉപദേശം നൽകുന്നതിനായി അഭ്യർത്ഥിച്ചു. അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചതും മഹാഭാരത യുദ്ധത്തിൽ പോരാടാൻ പ്രാപ്തനാക്കിയതും ശ്രീകൃഷ്ണനാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ശ്രീകൃഷ്ണനേക്കാൾ ഉചിതമായ വേറെ ഒരാളില്ല എന്ന് യുധിഷ്ഠിരൻ കരുതി. എന്നാൽ ശ്രീകൃഷ്ണൻ താനല്ല അതിന് ശരിയായ വ്യക്തി, മറിച്ച് ഭീഷ്മ പിതാമഹനാണ് എന്നും അതുകൊണ്ട് ഭീഷ്മ പിതാമഹനെ ചെന്ന് കണ്ട് ആവശ്യം അറിയിക്കുന്നതിനും പറഞ്ഞു. അതേസമയം ഭീഷ്മർ ഉത്തരായനത്തിനായി, തൻ്റെ മരണസമയത്തിനായി ശരശയ്യയിൽ കാത്തുകിടക്കുകയായിരുന്നു. ക്ഷത്രിയധർമ്മത്തെക്കുറിച്ചും മാതൃകാപരമായ ഒരു രാജ്യം എങ്ങനെ കെട്ടിപ്പടുക്കാമെന്നതിനെക്കുറിച്ചും ഭീഷ്മർ യുധിഷ്ഠിരന് വേണ്ട പോലെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. വിശദമായ ചർച്ചയ്ക്ക് ശേഷവും അസംതൃപ്തനായ യുധിഷ്ഠിരൻ ഭീഷ്മനോട് 6 ചോദ്യങ്ങൾ ചോദിച്ചു. യുധിഷ്ഠിരൻ ചോദിച്ച ഈ 6 ചോദ്യങ്ങൾ വിഷ്ണു സഹസ്രനാമത്തിലെ 2ഉം 3ഉം ശ്ലോകങ്ങളിൽ കാണാം. ശ്രീ യുധിഷ്ഠിരൗവാച എന്ന് കഴിഞ്ഞുള്ള 2 ശ്ലോകങ്ങളാണ് ഇവ. ഈ 6 ചോദ്യങ്ങൾക്ക് ഭീഷ്മപിതാമഹൻ നൽകിയ ഉത്തരങ്ങൾ 4 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിലും കാണാം. യുധിഷ്ഠിരൻ്റെ 6 ചോദ്യങ്ങളും അവയ്ക്ക് ഭീഷ്മപിതാമഹൻ നൽകിയ ഉത്തരങ്ങളും ഞങ്ങളുടെ മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള യുധിഷ്ഠിരൻ്റെ 6 ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം നൽകിയ ശേഷം ഭീഷ്മർ വിവിധ ഋഷിമാർ രചിച്ച മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങളെ യുധിഷ്ഠിരന് ഉപദേശിച്ചു. ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ട വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 2ാം ഭാഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങളുള്ള 107 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവ 1000 വ്യത്യസ്ത പേരുകളല്ല, മറിച്ച് പലതും ഒന്നിലധികം തവണ ആവർത്തിക്കുന്നുണ്ട്. സംസ്കൃതം ശ്ലോകങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നതിനും അത് ശരിയായി ഉച്ചരിക്കുന്നതിനും കുറച്ചെങ്കിലും സംസ്കൃതം ഭാഷ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് സംസ്കൃതത്തിൻ്റെ മാത്രമല്ല, മറിച്ച് മറ്റേത് ഭാഷയ്ക്കും ഇതുപോലെ തന്നെയാണ്. സംസ്കൃതം ഭാഷ അറിയാത്തവർക്ക് വിഷ്ണു സഹസ്രനാമം തെറ്റുകൂടാതെ ചൊല്ലുന്നതിന് വേണ്ടി അതിലെ ഓരോ നാമങ്ങളും എന്താണെന്നും വിഷ്ണു സഹസ്രനാമ സ്തോത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും നമുക്ക് ഈ വീഡിയോ പരമ്പരയിലൂടെ മനസ്സിലാക്കാം. ഓരോ ശ്ലോകങ്ങളായി എടുത്ത് അവയിൽ അടങ്ങിയിരിക്കുന്ന നാമങ്ങളെ നമുക്ക് ശരിയായി മനസ്സിലാക്കി തെറ്റുകൂടാതെ ചൊല്ലുവാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ വീഡിയോ പരമ്പര ആരംഭിക്കാം. ഭഗവാൻ മഹാവിഷ്ണു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്ത് കാര്യവും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനെ ധ്യാനിക്കണം. വിഘ്നങ്ങളൊന്നുമില്ലാതെ കാര്യസാധ്യത്തിനു വേണ്ടി കൂടിയാണ് ഇത്. അതുകൊണ്ട് നമുക്കൊരു ഗണപതി ധ്യാന ശ്ലോകത്തിൽ തുടങ്ങാം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേത്. ധ്യാന ശ്ലോകങ്ങളും ഭീഷ്മ യുധിഷ്ഠിര സംവാദവും ആണ് 1ാം ഭാഗത്തിൽ. അത് നമ്മളിവിടെ ചെല്ലുന്നില്ല. മഹാവിഷ്ണുവിൻ്റെ ഒരു ധ്യാന ശ്ലോകം ചൊല്ലി നമ്മൾ വിഷ്ണു സഹസ്രനാമ പഠനത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. 1ാമത്തെ ശ്ലോകം. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. 9 നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ വരുന്നത്. വിശ്വം, വിഷ്ണു, വഷട്കാര, ഭൂതഭവ്യഭവത് പ്രഭു, ഭൂതകൃത്, ഭൂതഭൃത്, ഭാവ, ഭൂതാത്മ, ഭൂതഭാവന എന്നിവയാണ് ആ 9 നാമങ്ങൾ. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. വിഷ്ണുർ വഷട്കാരോ. ഈ തരത്തിൽ പല നാമങ്ങളിലും നമുക്ക് 2 നാമങ്ങളെ ഒന്നായി എഴുതിയിരിക്കുന്നത് കാണാം. ഇവയെ ചൊല്ലുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും പദം മുറിച്ച് ചൊല്ലുമ്പോൾ.
ഇവിടെ പദം മുറിക്കുമ്പോൾ വിഷ്ണു എന്നും വഷട്കാര എന്നും രണ്ട് നാമങ്ങളാണെന്ന് കാണാം. പദം മുറിക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്താതെ ചൊല്ലുകയാണ് എങ്കിൽ വിഷ്ണുർ വഷട്കാരോ എന്ന് ഒരുമിച്ച് ചൊല്ലാം. അല്ലെങ്കിൽ വിഷ്ണു എന്നും വഷട്കാര എന്നും രണ്ടായി തന്നെ ചൊല്ലണം. ഭൂതകൃത് ഭൂതഭൃത് ഭാവോ, ഇത് മൂന്ന് നാമങ്ങളായി മനസ്സിലാക്കി ചൊല്ലണം. ഭൂതകൃത് എന്നും ഭൂതഭൃത് എന്നും ഭാവ എന്നും മൂന്നായി. വാക്കുകളെ ഇടയ്ക്ക് വെച്ച് മുറിച്ച് ചൊല്ലരുത്. ഉദാഹരണത്തിന് ഭൂതകൃത് ഭൂത ഭൃദ്ഭാവോ എന്ന് രണ്ടായി ചൊല്ലിയാൽ അർത്ഥം തെറ്റിപ്പോകും. അത് ശരിയല്ല. ഇനി നമുക്ക് ഓരോ നാമങ്ങളായി നോക്കാം. വിശ്വം. വിശ്വം എന്ന നാമത്തിന് സർവ്വചരാചരങ്ങളിലും പ്രവേശിച്ചിരിക്കുന്നവൻ എന്നാണ് അർത്ഥം പറയുന്നത്. ഈ നാമം വിഷ്ണു ആണ് വിശ്വം എന്ന് തന്നെ പറയുന്നു. വിഷ്ണു. വിഷ്ണു എന്നാൽ വ്യാപനശീലം ഉള്ളവൻ എന്നാണ് അർത്ഥം. ഓരോ അണുതോറും വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു എന്ന് കാണിക്കുന്നു. വഷട്കാര. യാഗകർമ്മങ്ങളിൽ വഷട്ട് എന്ന് അവസാനിക്കുന്ന മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ദൈവം യജ്ഞസ്വരൂപൻ, വഷട്കാരൻ എന്നൊക്കെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. ഭൂതഭവ്യ ഭവത് പ്രഭു. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലങ്ങളായ പ്രഭു, അതായത് ത്രികാലനാഥൻ എന്ന അർത്ഥം പറയുന്നു. ഭൂതകൃത് ഭൂതഭൃത് ഭാവോ, ഈ നാമത്തെ മൂന്നായിട്ട് മനസ്സിലാക്കണം. ഭൂതകൃത് ഭൂതഭൃത് ഭാവ. ഭൂതകൃത്, ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നവൻ, ബ്രഹ്മസ്വരൂപം എന്നും ഭൂതങ്ങളെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നവൻ, രുദ്രൻ എന്നുമൊക്കെ ഈ നാമം വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. ഭൂതഭൃത്, ഭൂതജാലങ്ങളെ പരിപോഷിപ്പിക്കുന്നവൻ, ഭരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്നു. ഭാവ, ഭരിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ എന്നൊക്കെയാണ് ഭാവൻ എന്ന പദത്തിന് അർത്ഥം കാണുന്നത്. ഭൂതാത്മ, സകല ഭൂതങ്ങളുടെയും ആത്മാവാണ് വിഷ്ണു എന്ന് പറയുന്നു. ഭൂതഭാവന, ഭൂതങ്ങളെ ഭവിപ്പിക്കുന്നവൻ, ഉണ്ടാക്കുന്നവൻ ആണ് വിഷ്ണു എന്ന് പറയുന്നു. രണ്ടാം ശ്ലോകം. ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച. ഇവിടെ ഭൂതാത്മാ, പരമാത്മാ, മുക്താനാം പരമാഗതി, അവ്യയ, പുരുഷ, സാക്ഷി, ക്ഷേത്രജ്ഞ, അക്ഷര എന്നിങ്ങനെ 8 നാമങ്ങളാണ്. ഭൂതാത്മാ, പരിശുദ്ധമായ ആത്മാവോടുകൂടിയവനെന്നാണ് ഈ നാമത്തിലെ വിശേഷണം. പരമാത്മാ, പരമമായ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുക്താനാം പരമാഗതി, ഇതൊരു നാമമായി തന്നെ ചൊല്ലണം. ഇടയ്ക്ക് വെച്ച് മുറിക്കരുത്. മുക്തന്മാർ, അതായത് പുനർജന്മമില്ലാത്തവർ, ഏറ്റവും ഒടുവിൽ എത്തിച്ചേരുന്നത് വിഷ്ണുവിൻ്റെ അടുത്താണ് എന്ന് കാണിക്കുന്നു ഈ നാമം. അവ്യയ, വ്യയമില്ലാത്തവനാണ് അവ്യയൻ, അതായത് നാശം സംഭവിക്കാത്തവനെന്ന് അർത്ഥം. പുരുഷ, ജീവാത്മാവായി ഓരോ ജീവിയുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. സാക്ഷി, യാതൊരു തടസ്സവുമില്ലാതെ എല്ലാം നേരെ കാണുന്നവനാണ് സാക്ഷി. വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്ന് ആർക്കും ഒന്നും തന്നെ മറയ്ക്കുവാനാവില്ല എന്ന് അർത്ഥമാക്കുന്നു. ക്ഷേത്രജ്ഞോക്ഷര, ഈ നാമം രണ്ടായി മനസ്സിലാക്കണം. ക്ഷേത്രജ്ഞ എന്നും അക്ഷര എന്നും. ക്ഷേത്രജ്ഞ, ശരീരമാകുന്ന ക്ഷേത്രത്തെ അറിയുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. അക്ഷര, ക്ഷരം, അതായത് നാശമില്ലാത്തവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. മൂന്നാം ശ്ലോകം. യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ. ഇവിടെ 7 നാമങ്ങൾ കാണാം. യോഗ, യോഗവിദാം നേതാ, പ്രധാന പുരുഷേശ്വര, നാരസിംഹവപു, ശ്രീമാൻ, കേശവ, പുരുഷോത്തമ എന്നീ 7 നാമങ്ങളാണവ. യോഗോ, ഇത് യോഗ എന്നായി മനസ്സിലാക്കണം. ചിത്തവൃത്തി നിരോധനമാണ് യോഗം. ആ യോഗം, അതായത് യോഗ വഴി എത്തിച്ചേരുവാനാകുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. യോഗവിദാം നേതാ, യോഗം അറിയുന്നവരെ നയിക്കുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു ഈ നാമത്തിൽ. പ്രധാന പുരുഷേശ്വര, പ്രധാനമെന്നാൽ പ്രകൃതി, പ്രകൃതി, പുരുഷൻ എന്നിവരുടെ ഈശ്വരനാണ് വിഷ്ണു എന്ന് പറയുന്നു. നാരസിംഹവപു, മനുഷ്യൻ്റെയും സിംഹത്തിൻ്റെയും, അതായത് നരസിംഹാവതാരം,
ശരീരമുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ശ്രീമാൻ, ശ്രീയോട് കൂടിയവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ശ്രീ എന്നാൽ മഹാലക്ഷ്മി എന്നും അർത്ഥമെടുക്കാം. കേശവ, അതിമനോഹരമായ മുടിയോട് കേശത്തോട് കൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. പുരുഷോത്തമ, പുരുഷന്മാരിൽ വച്ച് ഉത്തമനായിട്ടുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. 4-ാം ശ്ലോകം. സർവശർവശിവസ്ഥാണുർഭൂതാദിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്താ പ്രഭവ പ്രഭുരീശ്വര. 12 നാമങ്ങൾ വരുന്നുണ്ട് ഇവിടെ. സർവ, ശർവ, ശിവ, സ്ഥാണു, ഭൂതാദി, അവ്യയനിധി, സംഭവ, ഭാവന, ഭർത്ത, പ്രഭവ, പ്രഭു, ഈശ്വര എന്നിവയാണ് 12 നാമങ്ങൾ. സർവ, എല്ലാമായിട്ടുള്ളവനെന്ന് വിഷ്ണുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ശർവ, ഈ നാമത്തിൻ്റെ അർത്ഥം പ്രളയകാലത്ത് എല്ലാറ്റിനെയും സംഹരിക്കുന്നവനെന്നാണ്. ശിവ, ശുദ്ധസ്വരൂപമെന്ന് വിഷ്ണുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. സത്വ, രജ, തമോ ഗുണങ്ങൾക്ക് അതീതനാണ് വിഷ്ണു എന്ന് അർത്ഥമാക്കുന്നു. സ്ഥാണു, സ്ഥിരമായവനാണ് വിഷ്ണു എന്ന് പറയുന്നു. മഹാദേവനെയും സ്ഥാണു എന്ന് പറയാറുണ്ട്. അപ്പോൾ ശിവനും വിഷ്ണുവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്ന് കാണാം. ഭൂതാദി, പഞ്ചഭൂതങ്ങൾക്ക് ആദി കാരണമായവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. നിധിരവ്യയ, നിധി, അവ്യയ, ഇത് അവ്യയനിധി എന്ന് മനസ്സിലാക്കണം. അനശ്വരമായ നിധി എന്ന് വിഷ്ണുവിനെ ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. സംഭവ, സ്വന്തം ഇഷ്ടമനുസരിച്ച് ജനിക്കുന്നവൻ, സംഭവിക്കുന്നവൻ എന്നൊക്കെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ധർമ്മ സംസ്ഥാപനാർത്ഥം യുഗങ്ങൾ തോറും സമ്യക്കായി ഭവിക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ഭാവന, ഭാവനം ചെയ്യുന്നവൻ, കൊടുക്കുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്നു. ഭോക്താക്കൾക്ക് അനുയോജ്യമായ ഫലം കൊടുക്കുന്നവനെന്ന് പറയാം. ഭർത്ത, പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവനെന്ന് വിശേഷിപ്പിക്കുന്നു. പ്രഭവ, പ്രകൃഷ്ടമായ അതായത് പ്രമുഖമായ ജന്മത്തോടു കൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. പ്രഭു, സർവശക്തൻ, ഏതു കാര്യത്തിനും കഴിവുള്ളവൻ എന്നൊക്കെ അർത്ഥം പറയുന്നു. ഈശ്വര, ഉപാധികളൊന്നുമില്ലാത്ത ഐശ്വര്യമുള്ളവനാണ് ഈശ്വരനെന്ന് അർത്ഥം. 5-ാം ശ്ലോകം. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാത വിധാത ധാതുരുത്തമ. സ്വയംഭൂ, ശംഭു, ആദിത്യ, പുഷ്കരാക്ഷ, മഹാസ്വന, അനാദിനിധന, ധാത, വിധാത, ധാതുരുത്തമ എന്നിങ്ങനെ 9 നാമങ്ങളാണിവിടെ. സ്വയംഭൂ, സ്വയം ഉദ്ഭവിച്ചവൻ എന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. ശംഭു, ശം എന്നാൽ സുഖമെന്നും ഭൂ എന്നാൽ ഭാവയതി എന്നും എടുക്കാം. അതായത് സുഖം നൽകുന്നവൻ, സുഖമുണ്ടാക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം. ഉപാസകർക്ക് സുഖം നൽകുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ഇതും മഹാദേവൻ്റെ ഒരു നാമമാണ്. ആദിത്യ, 12 ആദിത്യന്മാരാണ് ഉള്ളത്. ശക്രൻ, ആര്യമ, ധാത, ത്വഷ്ട, പൂഷ, വിവസ്വാൻ, സവിത, മിത്രൻ, വരുണൻ, അംശുകൻ, ഭഗൻ, വിഷ്ണു എന്നിവരാണ് 12 ആദിത്യന്മാർ എന്ന് പറയുന്നു. അപ്പോൾ വിഷ്ണു ആദിത്യനാണെന്ന് കാണാം. പുഷ്കരാക്ഷ, പുഷ്കരം എന്നാൽ താമര. അതുകൊണ്ട് മഹാവിഷ്ണു താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയവനാണ് എന്ന് പറയുന്നു. മഹാസ്വന, സ്വനമെന്നതിന് ശബ്ദമെന്ന് അർത്ഥം കാണുന്നു. വേദശബ്ദങ്ങൾ എന്നെടുക്കാം. മഹത്തായ വേദങ്ങൾ ശബ്ദരൂപത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ മുഖത്തുനിന്ന് ഉത്ഭവിച്ചു എന്ന് പറയുന്നു. അനാദിനിധന, വിഷ്ണുവിനെ ആദിയും അന്തവും അല്ലെങ്കിൽ ജനനവും മരണവും ഇല്ലാത്തവനെന്ന് പറയുന്നു. ധാത, ധാതാവ് എന്നാൽ രക്ഷകൻ, ആത്മാവ് എന്നൊക്കെ പറയാം. ലോകത്തെ മുഴുവൻ അനന്തൻ്റെ രൂപത്തിൽ വിഷ്ണു താങ്ങി നിർത്തുന്നു എന്ന് പറയുന്നു. വിധാത, സ്രഷ്ടാവ് എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ബ്രഹ്മാവിൻ്റെ പേരാണിത്. അപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവുമായി വ്യത്യാസമൊന്നുമില്ലെന്ന് കാണാം. ധാതുരുത്തമ, പഞ്ചമഹാഭൂതങ്ങളായവയേക്കാൾ ഉത്തമമായ, അവയ്ക്കെല്ലാം അധിഷ്ഠാനമായ ചിദ്ഭൂതമാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. ധാതു എന്നതിന് ആത്മാവ് എന്നെടുത്താൽ വിഷ്ണു പരമാത്മാവ് ആണെന്ന് കാണാം. 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ മഹാവിഷ്ണുവിൻ്റെ
1 മുതൽ 45 വരെയുള്ള നാമങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ആ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത്പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയപുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിദാം നേതാ പ്രധാനപുരുഷേശ്വര നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശർവശിവസ്ഥാണുർഭൂതാദിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്താ പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമ. അടുത്ത വീഡിയോയിലൂടെ കൂടുതൽ നാമങ്ങൾ നമുക്ക് കാണാം.